എല്ലാവർക്കും PSC പ്രീമിയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് 15 ആണ്. ഇന്ന് മുതൽ നമ്മൾ 200 ചോദ്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇത്രയും ദിവസം 100 ചോദ്യങ്ങൾ വെച്ചാണ് പഠിച്ചിരുന്നത്. ഇന്ന് ഞാനിപ്പോൾ 200 ചോദ്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. എക്സാം അടുക്കാറായതുകൊണ്ടും ഒരുപാട് പേരൊന്ന് പെട്ടെന്ന് തീർക്കണമെന്ന് പറയുന്നത് കൊണ്ടും 200 ചോദ്യം ആഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ഈ 200 ചോദ്യം ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. 100 ചോദ്യം മതി എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോയാൽ മതിയെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാടായിപ്പോയി, പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി എന്ന് പറഞ്ഞാൽ ഇത് പ്രിൻ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ചില തെറ്റുകളൊക്കെ ചില ചോദ്യങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഈ ബുക്ക് മാത്രമല്ല, എല്ലാ പബ്ലിക്കേഷൻസിലും എല്ലാ ബുക്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടാവാറുണ്ട്. അപ്പോൾ ദയവായി എന്തെങ്കിലും തെറ്റ് വായിക്കുന്ന ചോദ്യങ്ങളിൽ എന്തെങ്കിലും തെറ്റ് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി അത് കമൻറ്റ് ചെയ്യുക. അപ്പം പഠിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ശരി പഠിക്കാമല്ലോ. ചിലർ ഇത് കേട്ട് പഠിക്കുമ്പോൾ തെറ്റുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊന്ന് ഇതിൻ്റെ കൂടെ അങ്ങ് വരാറുണ്ട്, അതും കൂടെ അങ്ങ് പഠിച്ചു പോകും. അതുകൊണ്ട് ആർക്കെങ്കിലും, അതായത് ഏതെങ്കിലും ചോദ്യം തെറ്റാണ്, ഉത്തരം തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ ദയവായി എൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. ഇതിന് മുൻപത്തെ സെറ്റിലെ ഒരു വീഡിയോയിൽ യാചനയാത്ര 38 ദിവസം എന്നാണ് അതിനകത്ത് കൊടുത്തിരുന്നത്. അത് 7 ദിവസമാണ്. അതൊരു കുട്ടി കമൻറ്റ് ചെയ്തതുകൊണ്ട് ഞാനത് ശരിക്കും ഓർത്ത് വെച്ചതാണ്, കമൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് മറന്നുപോയി. ആ കുട്ടി ഓർമ്മിപ്പിച്ചതുകൊണ്ട് ഞാനതിനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആരെങ്കിലും ദയവായി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. അതുപോലെ തന്നെ 200 ക്വസ്റ്റ്യൻസ് വേണ്ട എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. വീഡിയോയുടെ ലെങ്ത് ഇത്തിരി കൂടുതലായിരിക്കും, ദയവായി സഹകരിക്കുക. 200 ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ബയോഡൈവേഴ്സിറ്റിയുടെ പിതാവ് ആരാണ്? എഡ്വേർഡ് ഓസ്ബോൺ വിൽസൺ ആണ് ബയോഡൈവേഴ്സിറ്റിയുടെ പിതാവാരാണ്? എഡ്വേർഡ് ഓസ്ബോൺ വിൽസൺ. ഏതിനെ മാതൃകയാക്കിയാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമൻ മേനോൻ കേരള പത്രിക ആരംഭിച്ചത്? ഏതിനെ മാതൃകയാക്കിയാണ്? നമ്മുടെ അമൃത് ബസാർ പത്രികയെ മാതൃകയാക്കിയാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമൻ മേനോൻ കേരള പത്രിക ആരംഭിച്ചത്. ഇത് ഞാൻ നമ്മുടെ ന്യൂസ് പേപ്പറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂസ് പേപ്പർ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഏത് മണ്ഡലത്തിൽ നിന്ന് PK ചാത്തൻ മാസ്റ്റർ 1957 കേരള നിയമസഭയിലേക്ക് ജയിച്ചത്? ചാലക്കുടി മണ്ഡലത്തിൽ നിന്നാണ് PK ചാത്തൻ മാസ്റ്റർ കേരള നിയമസഭയിലേക്ക് ജയിച്ചത്. എന്താണ് സശസ്ത്ര സീമാ ബെൽ? ഒരു അതിർത്തി സംരക്ഷണ സേനയാണ് സശസ്ത്ര സീമാ ബെൽ. എവിടെ നിന്നാണ് കേശവൻ ആശാൻ സുജനനന്ദിനി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്? പരവൂരിൽ നിന്നാണ് സുജനനന്ദിനി ആരംഭിച്ചത്. എത്രാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത്? 8. വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. 8ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത്. ലോക്സഭ ആധാർ ബിൽ പാസ്സാക്കിയ തീയതി 2016 മാർച്ച് 3 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ലോക്സഭ ആധാർ ബിൽ പാസ്സാക്കിയ തീയതി 2016 മാർച്ച് 11 ഇത് മാർച്ച് 3 എന്ന ഡേറ്റ് പാർലമെന്റിൽ ഈ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡേറ്റ് ആണ് മാർച്ച് 3. കേട്ടോ, തെറ്റിപ്പോകരുത്. ഞാൻ ഇതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തതുകൊണ്ടാണ്, ഡൗട്ട് തോന്നി ചെക്ക് ചെയ്തതുകൊണ്ടാണ്. എനിക്ക് എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അഥവാ ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലോക്സഭ ആധാർ ബില്ല് പാസ്സാക്കിയ തീയതി 2016 മാർച്ച് 3 അല്ല, മാർച്ച് 11. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഈ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഡേറ്റ് ആണ് 2016 മാർച്ച് 3. അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അടുത്ത PK തുങ്കൻ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം സ്ഥാപിച്ചത് ഡോക്ടർ വേലുക്കുട്ടി അരയാൻ. വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം സ്ഥാപിച്ചത് ഡോക്ടർ വേലുക്കുട്ടി അരയാൻ. നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം ആരംഭിച്ച വർഷം 1995. നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം ആരംഭിച്ച വർഷം 1995. സിക്ക വൈറസ് രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട വർഷം 1947. സിക്ക വൈറസ് ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്തത് 1947. കേരളത്തിലെ ഏറ്റവും വലിയ സംരക്ഷിത കണ്ടൽ വനമാണ് കടലുണ്ടി. കേരളത്തിലെ ഏറ്റവും വലിയ സംരക്ഷിത കണ്ടൽ വനമാണ് കടലുണ്ടി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനും സ്ത്രീ സൗഹൃദ ഇടം സൃഷ്ടിക്കുന്നതിനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് നിർഭയ. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയവ സ്വന്തമായി വീട്ടിൽ പരിശോധിക്കുന്നതിന് കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി സാന്ത്വനം. ഞാൻ ഈ സ്കീംസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടിട്ടില്ലാത്തവർ കാണണേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ഇതുപോലെ നമ്മൾ സാന്ത്വനം പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ കൺഫ്യൂഷൻ വന്നതുകൊണ്ട് അതിനകത്ത് പറഞ്ഞിരുന്നത് എന്താണ്? കിടപ്പ് രോഗികളെ വീടുകളിലെത്തി ചികിത്സിക്കുന്ന പദ്ധതിയാണ്. അതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ, അതായത് അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും
പ്രാക്ടീസ് കൊടുക്കും, അവരെ പരിശീലിപ്പിച്ചെടുക്കും എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി എന്ന് കണ്ടതുകൊണ്ട് തന്നെ ഞാനതൊന്ന് ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ സംഭവം സെയിം തന്നെയാണ്, രണ്ടും ഒന്ന് തന്നെയാണ്. കുടുംബശ്രീയാണ് പദ്ധതി ആവിഷ്കരിച്ച് നടത്തുന്നത്. കുടുംബശ്രീ വഴി ഇതുപോലെ +2 കഴിഞ്ഞതും ലാബ് ടെക്നീഷ്യൻ കഴിഞ്ഞതുമായ ആൾക്കാരെ കണ്ടുപിടിച്ച് അവരെ ട്രെയിൻ ചെയ്ത് വീടുകളിൽ ഇതുപോലെയുള്ള അസുഖങ്ങളായിട്ട് വീട്ടിൽ കിടന്ന് ചികിത്സിക്കുന്നവരെ പോയി പരിശോധിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് സാന്ത്വനം പദ്ധതി. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവണ്ട, കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്നത് തന്നെയാണ്. വീടുകളിൽ ചെന്ന് പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയവ സ്വന്തമായി വീട്ടിൽ പരിശോധിക്കുന്നതിന് കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് സാന്ത്വനം. ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോകണ്ട, ആ സ്കീം അത് കേട്ടിട്ട് ഇവിടെ വന്ന് ഇത് കേൾക്കുമ്പോൾ അയ്യോ അതല്ലല്ലോ അതിൽ പറഞ്ഞെന്ന് തോന്നണ്ട, രണ്ടും ഒന്ന് തന്നെയാണ്. ലോകബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന ഗ്രാമീണ ജലവിതരണ പരിസര ശുചിത്വ പദ്ധതിയാണ് ജലനിധി. ഇത് പ്രീവിയസ് ചോദ്യമാണ്. ലോകബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന ഗ്രാമീണ ജലവിതരണ പരിസര ശുചിത്വ പദ്ധതി ജലനിധി. നമ്മുടെ മരം പദ്ധതിയിൽ സഹകരിക്കുന്ന വകുപ്പുകൾ വിദ്യാഭ്യാസവും വനവും. നമ്മുടെ മരം, വിദ്യാഭ്യാസം, വനം. ദേശീയ ഔഷധ സസ്യ ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ 2002 ആരംഭിച്ച ഔഷധ വ്യാപന പദ്ധതിയാണ് സഞ്ജീവനി. സഞ്ജീവനി പദ്ധതി എന്താണ്? ഔഷധ സസ്യ ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ 2002 ആരംഭിച്ച ഔഷധ വ്യാപന പദ്ധതി സഞ്ജീവനി. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്ന പദ്ധതി താലോലം. ഇതെല്ലാം നമ്മൾ ആ സ്കീംസിൽ പറയുന്നുണ്ട്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്ന പദ്ധതി താലോലം. കിടപ്പ് രോഗികളുടെ ശുശ്രൂഷയ്ക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി ആശ്വാസ കിരൺ. കേരള സർക്കാരിന്റെ കമ്മ്യൂണിറ്റി പോലീസിംഗ് സംരംഭമാണ് ജനമൈത്രി. കമ്മ്യൂണിറ്റി പോലീസിംഗ് സംരംഭമാണ് ജനമൈത്രി. നെല്ലുൽപാദനം ഇരട്ടിയാക്കാൻ സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് എല്ലാവരും പാടത്തേക്ക്. നെല്ലുൽപാദനം ഇരട്ടിയാക്കാൻ വേണ്ടി എല്ലാവരും പാടത്തേക്ക്. തീപ്പെട്ടിയുടെ വശങ്ങളിൽ ഉപയോഗിക്കുന്ന മൂലകമാണ് ചുവന്ന ഫോസ്ഫറസ്. തീപ്പെട്ടിയുടെ സൈഡിൽ നമ്മൾ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ചുവന്ന ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ്. പച്ച നിറം കിട്ടാൻ വെടിമരുന്നിൽ ചേർക്കുന്നത് ബേരിയം. ബേരിയം പച്ച. മഞ്ഞ നിറം സോഡിയം. വെടിമരുന്നിൽ മഞ്ഞ നിറം സോഡിയം. ഇപ്പോൾ പച്ച നിറം ബേരിയം, മഞ്ഞ നിറം സോഡിയം. ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനം ഓക്സീകരണം. ഒരു പദാർത്ഥം കത്തുമ്പോൾ ഓക്സീകരണം. ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് സൂക്രോസ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസിന്റെ ആസ്ഥാനം മൈസൂർ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ് മൈസൂർ. പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 338. പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷൻ 338. പാർലമെന്റിന്റെ ക്വാറം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 100. പാർലമെന്റിന്റെ ക്വാറം 100. പശ്ചിമ ബംഗാളിലെ റെയിൽവേ എഞ്ചിൻ ഫാക്ടറിയുടെ പേര് ചിത്തരഞ്ജൻ. പശ്ചിമ ബംഗാളിലാണ് ചിത്തരഞ്ജൻ റെയിൽവേ എഞ്ചിൻ ഫാക്ടറിയാണ്. ഭൂപൻ ഹസാരിക പാലം ലോഹിത് നദിയിലാണ്. ഭൂപൻ ഹസാരിക ലോഹിത് നദി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര പേരാണ് കൊച്ചിയെ പ്രതിനിധാനം ചെയ്തത്? ഒരാളാണ് കൊച്ചിയെ പ്രതിനിധാനം ചെയ്ത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ പോയത്. ഭൂതരായർ രചിച്ചതാര്? അപ്പൻ തമ്പുരാൻ. ഭൂതരായർ, അപ്പൻ തമ്പുരാൻ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം 1969. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് 1969. അഗ്നിസാക്ഷി രചിച്ചത് ലളിതാംബിക അന്തർജനം. അഗ്നിസാക്ഷി ലളിതാംബിക അന്തർജനം. പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഉൾപ്പെടുന്ന ലിസ്റ്റാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ എവിടെയാണ് വരുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകമാണ് ഗ്രാമസഭ. പഞ്ചായത്ത് രാജ്, ഗ്രാമസഭ. പരിസ്ഥിതി സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം 48A. പരിസ്ഥിതി സംരക്ഷണം 48A. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. ആവിയന്ത്രം ജെയിംസ് വാട്ട്. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യ മേഖലയിൽ ആയുധ നിർമ്മാണശാല ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ് സ്വകാര്യ മേഖലയിൽ ആദ്യത്തെ ആയുധ നിർമ്മാണശാല. എവിടെ താമസിച്ചിരുന്ന ആളുകളാണ് മുരുകനെ ആരാധിച്ചിരുന്നത്? കുറിഞ്ചിയിലുള്ളവരാണ് മുരുകനെ ആരാധിച്ചിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര മലയാളികളാണ് മദ്രാസിനെ പ്രതിനിധാനം ചെയ്തത്? 9 മലയാളികളാണ് മദ്രാസിനെ പ്രതിനിധാനം ചെയ്തത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. മൊത്തം 17 മലയാളികളില്ല, അതിൽ 9 പേരും മദ്രാസിൽ നിന്നായിരുന്നു. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള കണ്ണൂരിൽ അന്തരിച്ച വർഷം 1916. സ്വദേശാഭിമാനി അന്തരിച്ചത് എവിടെയാണ്? കണ്ണൂരാണ്. 1916 അന്തരിച്ചത്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രതീകമായിരുന്നത് ചർക്ക. സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രതീകം ചർക്ക. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോൺഗ്രസ് പ്രസിഡന്റാണ് രാജീവ് ഗാന്ധി. 40 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോൺഗ്രസ് പ്രസിഡന്റ് രാജീവ് ഗാന്ധി, 40 വയസ്സ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ PACയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കൊച്ചിയിലെ രാജഭരണത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പ്രസിദ്ധമായ അത്തം ഘോഷയാത്ര നടക്കുന്നത് എവിടെയാണ്? തൃപ്പൂണിത്തറയിൽ നിന്നാണ് അത്തം ഘോഷയാത്ര നടക്കുന്നത്. അത് എന്തിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ്? കൊച്ചിയിലെ രാജഭരണത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ്.
സൈനിക സ്കൂളുകൾ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായ പ്രതിരോധ മന്ത്രിയാണ് VK കൃഷ്ണമേനോൻ. സൈനിക സ്കൂളുകൾ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായ പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോൻ. പാർലമെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് പാസാക്കിയ വർഷം 1985. പാർലമെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് പാസാക്കിയ വർഷം 1985. പാവപ്പെട്ടവർക്ക് നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 39A. പാവപ്പെട്ടവർക്ക് നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം 39A. പുനർജന്മം എന്ന നാടകം രചിച്ചത് ലളിതാംബിക അന്തർജനം. പുനർജന്മം ലളിതാംബിക അന്തർജനം. പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 49. പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം 49. പുരോഗമന സാഹിത്യ പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം 1981. പുരോഗമന സാഹിത്യ പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം 1981. ഫിനാൻസ് കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളിയാണ് VP മേനോൻ. ഫിനാൻസ് കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി VP മേനോൻ. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചി. അറബിക്കടലിന്റെ റാണി കൊച്ചി. മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി. മാസ്റ്റർ ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. മദർ ഇന്ത്യ രചിച്ചത് കാതറിൻ മേയോ. മദർ ഇന്ത്യ കാതറിൻ മേയോ. യയാതി രചിച്ചത് VS ഖണ്ഡേക്കർ. യയാതി VS ഖണ്ഡേക്കർ. ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത്? 1947 നവംബർ 17. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഭരണഘടന നിർമ്മാണ സഭ എന്നാണ് നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത് എന്ന് ചോദിച്ചാൽ 1947 നവംബർ 17. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 1947 നവംബർ 17. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുൻപ് ഗവർണേഴ്സ് പ്രവിശ്യയിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 292 പേരാണ്. അതായത് നമ്മൾ ഇന്ത്യ വിഭജിക്കുന്ന മുമ്പ് ഗവർണേഴ്സ് പ്രവിശ്യ എന്ന് പറയുന്ന രീതിയിൽ നിന്നുണ്ടായിരുന്ന 292 പേര്. ഷൂ ഫ്ലവർ എന്നറിയപ്പെടുന്നത് ചെമ്പരത്തി. ഷൂ ഫ്ലവർ ചെമ്പരത്തി. സപ്തർഷി ആശ്രമം ഹരിദ്വാർ. സപ്തർഷി ആശ്രമം ഹരിദ്വാർ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുൻപ് എത്ര പേരുണ്ടായിരുന്നു? 389. ഈ വിഭജനം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ആയില്ലേ, അതാണ് പറയുന്നത്. അതിനു മുൻപ് 389 പേരുണ്ടായിരുന്നു. സരസ്വതി സമ്മാനം നൽകുന്നത് ഏത് മേഖലയിലാണ്? സാഹിത്യ മേഖലയിലാണ് സരസ്വതി സമ്മാനം. ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം 1889. 1889 ജവഹർലാൽ നെഹ്റു ജനിച്ചത്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുമ്പ് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 93. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുൻപ് 93 പേരുണ്ടായിരുന്നു. ഷൈലോക്ക് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? വെനീസിലെ വ്യാപാരി എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രമാണ് ഷൈലോക്ക്. രണ്ടും നമ്മുടെ മമ്മൂട്ടിയുടെ സിനിമയിലെ ഷൈലോക്ക് മമ്മൂട്ടിയുടെ സിനിമയാണ്, വെനീസിലെ വ്യാപാരി മമ്മൂട്ടിയുടെ സിനിമയാണ്. അപ്പോൾ അത് ഓർത്താൽ മതി. അപ്പോൾ ഷൈലോക്ക് ഏതിലെയാണ്? വെനീസിലെ വ്യാപാരി. പേച്ചിപ്പാറ അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ് പേച്ചിപ്പാറ അണക്കെട്ട്. ഇന്ത്യയിൽ ഇന്റർനെറ്റ് സംവിധാനം നിലവിൽ വന്ന വർഷം 1995. നമ്മളപ്പോൾ ഇതിനകത്ത് ഈ ഒരു സെക്ഷനിൽ ഭരണഘടനാ നിർമ്മാണ സഭ കുറേ ക്വസ്റ്റ്യൻ പഠിച്ചില്ലേ, നമുക്കതെല്ലാം കൂടെ ഒരുമിച്ച് നോക്കിയാലോ. ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത് ചോദിച്ചാൽ 1947 നവംബർ 17. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുൻപ് ഗവർണേഴ്സ് പ്രവിശ്യയിൽ നിന്നും 292 പേരുണ്ടായിരുന്നു. പിന്നെ ഭരണഘടന വിഭജനത്തിന് മുൻപ് മൊത്തം എത്ര പേരുണ്ടായിരുന്നു ചോദിച്ചാൽ 389 പേരുണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുൻപ് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93. അപ്പോൾ വിഭജനത്തിന് മുൻപ് ഗവർണേഴ്സ് പ്രവിശ്യയിൽ നിന്ന് 292, നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93, മൊത്തം 389. ഇതെല്ലാം വിഭജനത്തിന് മുൻപാണ് ഈ പറയുന്നതൊക്കെ. ഓക്കെ, നമുക്കിനി അടുത്ത് നോക്കാം. പ്രഥമ ONV സാഹിത്യ പുരസ്കാര ജേതാവ് സുഗതകുമാരി. പ്രഥമ ONV സാഹിത്യ പുരസ്കാരം കിട്ടിയത് സുഗതകുമാരി. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ജില്ലാ പരിഷത്തിന്റെ അധ്യക്ഷനാണ് ജില്ലാ കളക്ടർ. ബൽവന്ത് റായ് മേത്ത റിപ്പോർട്ട് പ്രകാരം ജില്ലാ പരിഷത്തിന്റെ അധ്യക്ഷൻ ജില്ലാ കളക്ടർ. ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ആരംഭിച്ചത് C. കൃഷ്ണൻ. വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യം. ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ആരംഭിച്ചത് C. കൃഷ്ണൻ. ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റി. വെരി ഇമ്പോർട്ടൻറ്റ്. ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. മുഗൾ ഭരണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുണ്ടായിരുന്ന കായിക വിനോദമാണ് ഗുസ്തി. മുഗളന്മാരുടെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രചാരമുണ്ടായിരുന്ന കായിക വിനോദം ഗുസ്തി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ഡിക്കി ബേർഡ് പ്ലാൻ തയ്യാറാക്കിയത് മൗണ്ട് ബാറ്റൻ പ്രഭു. ജൂൺ 3 പ്ലാൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഡിക്കി ബേർഡ് പ്ലാൻ തയ്യാറാക്കിയത് മൗണ്ട് ബാറ്റൻ പ്രഭു. സാമുവൽ ടൈലർ കോളറിഡ്ജുമായി ചേർന്ന് ലിറിക്കൽ ബലാഡ്സ് രചിച്ചത് ആര്? വില്യം വേർഡ്സ്വർത്ത്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. സാമുവൽ ടൈലർ കോളറിഡ്ജുമായി ചേർന്ന് ലിറിക്കൽ ബലാഡ്സ് രചിച്ചത് വില്യം വേർഡ്സ്വർത്ത്. ഗാന്ധി സിനിമയിൽ ദിൽഷേർ സിംഗ് ആരുടെ വേഷമാണ് അഭിനയിച്ചത്? ഖാൻ അബ്ദുൽ ഖാഫർ ഖാന്റെ വേഷം അഭിനയിച്ച വ്യക്തിയാണ് ദിൽഷേർ സിംഗ്. സിവിൽ സർവീസസ് ഡേ എന്നാണ്. ഏപ്രിൽ 21 സിവിൽ സർവീസസ് ദിനം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര പേരാണ് തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്തത്? 6 പേരാണ്
തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. ഫൈറ്റോമെനാഡിയോൺ എന്ന രാസനാമത്തിലും അറിയപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. ഫൈറ്റോമെനാഡിയോൺ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ. ദേശീയ പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ 24. ഓൾ ഇന്ത്യ സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ ചെയർമാനാണ് ഫീൽഡ് മാർഷൽ KM കരിയപ്പ. ഫീൽഡ് മാർഷൽ KM കരിയപ്പയാണ് ഓൾ ഇന്ത്യ സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ ചെയർമാൻ. സംസ്ഥാന സ്വയംഭരണം നിലവിൽ വരുത്തുന്നതിന് 1937 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആരായിരുന്നു വൈസ്രോയി? ലിൻ ലിത്ഗോ പ്രഭു. സംസ്ഥാന സ്വയംഭരണം നിലവിൽ വരുത്തുന്നതിന് 1937 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആരായിരുന്നു വൈസ്രോയി എന്ന് ചോദിച്ചാൽ ലിൻ ലിത്ഗോ പ്രഭു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധാനം ചെയ്ത മലയാളിയാണ് ജോൺ മത്തായി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ UP യുണൈറ്റഡ് പ്രൊവിൻസസിനെ പ്രതിനിധാനം ചെയ്ത മലയാളിയാണ് ജോൺ മത്തായി. ഭരണഘടനാ നിർമ്മാണ സഭയിലാണ്. കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിന്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ഇരിങ്ങാലക്കുട. കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിന്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ഇരിങ്ങാലക്കുട. കേരളത്തിൽ ജന്മി സമ്പ്രദായം അവസാനിപ്പിച്ച കാരണമായ നിയമമാണ് ഭൂപരിഷ്കരണ നിയമം. ജന്മി സമ്പ്രദായം അവസാനിപ്പിച്ചത് ഭൂപരിഷ്കരണ നിയമം. ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആണ് C രാജഗോപാലാചാരി. ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിതയാണ് PT ഉഷ. 1984 ലോസ് ഏഞ്ചൽസ്. ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിത PT ഉഷ. 1984 ലോസ് ഏഞ്ചൽസ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച ഉപസമിതിയുടെ തലവനാണ് JB കൃപലാനി. ഇപ്പോൾ മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച ഉപസമിതിയുടെ സബ് കമ്മിറ്റിയുടെ തലവൻ ആരാണെന്ന് JB കൃപലാനി. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1986. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഷിയ സുന്നി എന്നിവ ഏത് മതത്തിന്റെ വിഭാഗങ്ങളാണ്? ഇസ്ലാം മതത്തിന്റെ വിഭാഗങ്ങളാണ് ഷിയ സുന്നി. അവയവദാനത്തിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് മൃതസഞ്ജീവനി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ തലവൻ ജവഹർലാൽ നെഹ്റു. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു. ഖുദായ് ഖിദ്മത്ഗർ എന്ന സംഘടന സ്ഥാപിച്ചത് ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഖുദായ് ഖിദ്മത്ഗർ ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. ഇരുമ്പിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖം അനീമിയ. ഇരുമ്പിന്റെ കുറവ് മൂലം അനീമിയ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ എത്ര മലയാളികൾ ഉണ്ടായിരുന്നു? 17 മലയാളികൾ. അതിൽ എത്ര പേര് മദ്രാസിൽ നിന്നുണ്ടായിരുന്നു? 9 പേര് മദ്രാസിൽ നിന്നുണ്ടായിരുന്നു. മയിലിനെ ദേശീയ പക്ഷിയെ അംഗീകരിച്ച വർഷം 1964. മയില് 1964. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തുമ്പ തിരുവനന്തപുരം. VSSC തുമ്പ തിരുവനന്തപുരം. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി ഹൈദരാബാദ്. പട്ടേലിന്റെ നാഷണൽ പോലീസ് അക്കാദമി ഹൈദരാബാദ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളികളുടെ എത്ര പേർ വനിതയായിരുന്നു? 3 വനിതയായിരുന്നു മലയാളികളിൽ ഉണ്ടായിരുന്നത്. ബേക്കൽ തടാകം ഏത് രാജ്യത്താണ്? റഷ്യയിലാണ് ബേക്കൽ തടാകമുള്ളത്. ചെടികളെ ചെറിയ രൂപത്തിൽ വളർത്തുന്ന കലയാണ് ബോൺസായി. ജൈനമത സ്ഥാപകനായ ആദിനാഥന്റെ ജന്മസ്ഥലമായ തീർത്ഥാടന കേന്ദ്രമാണ് അയോധ്യ. ജൈനമത സ്ഥാപകനായ ആദിനാഥന്റെ ജന്മസ്ഥലമായ തീർത്ഥാടന കേന്ദ്രമാണ് അയോധ്യ. ടൈം മാഗസിന്റെ കവറിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നേതാവ് മഹാത്മാഗാന്ധി. വെരി ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ടൈം മാഗസിന്റെ കവറിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നേതാവ് മഹാത്മാഗാന്ധി. 1930. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൈനോറിറ്റീസിന്റെ തലവനാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെയും മൈനോറിറ്റി കമ്മിറ്റിയുടെയും തലവനാണ് സർദാർ വല്ലഭായ് പട്ടേൽ. തെയിൻ ഡാം അഥവാ രഞ്ജിത് സാഗർ ഡാം എവിടെയാണ്? രവി നദിയിലാണ്. തെയിൻ ഡാം അല്ലെങ്കിൽ രഞ്ജിത് സാഗർ ഡാം എന്നറിയപ്പെടുന്നത് രവി നദിയിലാണ്. ഭാരതപ്പുഴയെ വെളിയങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്ന കനാലാണ് പൊന്നാനി കനാൽ. ഭാരതപ്പുഴയെ വെളിയങ്കോട്ട് കനാലുമായി ബന്ധിപ്പിക്കുന്നത് പൊന്നാനി കനാൽ. കേരളത്തിൽ ആദ്യമായി തുള്ളൽ അരങ്ങേറിയത് അമ്പലപ്പുഴ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുൻപ് ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യയിൽ നിന്ന് എത്ര പേരുണ്ടായിരുന്നു? 4 പേരാണ് ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യയിൽ നിന്ന് ഉണ്ടായിരുന്നത്. വിഭജനത്തിന് മുൻപായിരുന്നേ. വനത്തിലെ തീപിടുത്തം നിരീക്ഷിക്കാൻ ഡ്രോണുകൾ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. വനത്തിലെ തീപിടുത്തം നിരീക്ഷിക്കാൻ വേണ്ടി ഡ്രോണുകൾ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം 1986. സ്പീഡ് പോസ്റ്റ് 1986. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 70 പേരാണ് വിഭജനത്തിന് ശേഷം നാട്ടുരാജ്യങ്ങളിൽ നിന്നുണ്ടായിരുന്നത്. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന വർഷം 1986. ആദ്യ ബയോസ്ഫിയർ റിസർവ് 1986. ശാന്തിനികേതൻ ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. ശാന്തിനികേതൻ പശ്ചിമ ബംഗാൾ. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം 52. വേനൽക്കാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ലൂ. ഉഷ്ണക്കാറ്റാണ് ലൂ. ജാനറ്റ് ജഗൻ ഏത് രാജ്യത്തെ ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ്? ഗയാനയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ് ജാനറ്റ് ജഗൻ. ചൈനീസ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജിവെച്ച കേന്ദ്ര പ്രതിരോധ മന്ത്രിയാണ് VK കൃഷ്ണമേനോൻ. ചൈനീസ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജിവെച്ച കേന്ദ്ര പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിതയാണ് ആനി മസ്കറിൻ.
തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ പോയ വ്യക്തിയാണ് ആനി മസ്കറിൻ. ധ്രുവചരിതം രചിച്ചതായ പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയാണ് ധ്രുവചരിതം. ഇന്ത്യയിൽ നിയമദിനം ആചരിക്കുന്നത് നവംബർ 26. നിയമദിനം നവംബർ 26. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന തീയതി 1986 നവംബർ 19. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന തീയതി 1986 നവംബർ 19. ലോക സുന്ദരി പട്ടത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരമാണ് 1996 ബാംഗ്ലൂർ. ലോക സുന്ദരി പട്ടത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ബാംഗ്ലൂർ. നൊബേൽ സമ്മാനം നേടിയ ആദ്യ ആഫ്രിക്കൻ സാഹിത്യകാരനാണ് വോൾ സോയിങ്ക. നൊബേൽ സമ്മാനം നേടിയ ആദ്യ ആഫ്രിക്കൻ സാഹിത്യകാരൻ വോൾ സോയിങ്ക 1986 നൈജീരിയക്കാരനാണ്. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് വൈലോപ്പള്ളി ശ്രീധരൻ മേനോൻ. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് വൈലോപ്പള്ളി ശ്രീധരൻ മേനോൻ. ടെലഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ. ടെലഫോൺ കണ്ടുപിടിച്ചതാരാണ്? അലക്സാണ്ടർ ഗ്രഹാം ബെൽ. ബുദ്ധൻ ജനിച്ച വർഷം BC 563. ബുദ്ധൻ BC 563. പേച്ചിപ്പാറ അണക്കെട്ട് കോതയാർ. പേച്ചിപ്പാറ എവിടെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു തമിഴ്നാട്ടിലാണെന്ന് പറഞ്ഞു. അത് ഏത് നദിയിലാണ്? കോതയാർ നദിയിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കോതയാർ. മലബാർ കലാപം നടന്ന വർഷം 1921. മലബാർ കലാപം 1921. ഭരണഘടനാ നിർമ്മാണ സഭയിൽ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ തലവനായിരുന്നത് ജവഹർലാൽ നെഹ്റു. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ. ഡൈനാമൈറ്റ് കണ്ടുപിടിച്ചത് ആൽഫ്രഡ് നോബൽ. ഡൈനാമൈറ്റ് ആൽഫ്രഡ് നോബൽ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 299. ജൈവ കൃഷിക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല സ്ഥാപിച്ച സ്ഥലം ഗാന്ധിനഗർ. വളരെ ഇമ്പോർട്ടൻറ്റ്. ജൈവ കൃഷിക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യ സർവകലാശാല ഗാന്ധിനഗർ. സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയുമായി ബന്ധപ്പെട്ട കപ്പാണ് സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ്. സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം മോഹൻജദാരോ. ലേക്ക് പാലസ് എവിടെയാണ്? ഉദയ്പൂർ. ലേക്ക് പാലസ് ഉദയ്പൂർ. ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവ് ബൽവന്തറായ് മേത്ത. സോണൽ മാൻസിംഗ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒഡീസയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സോണൽ മാൻസിംഗ്. പല്ലില്ലാത്ത തിമിംഗലമാണ് ബാലിൻ തിമിംഗലം. ഇത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പറഞ്ഞു ബാലന് പല്ലില്ല എന്ന് പറഞ്ഞു. ബാലൻ തിമിംഗലം. പല്ലില്ലാത്ത തിമിംഗലം ബാലൻ തിമിംഗലം. ഏതിലോ ഞാൻ പറഞ്ഞു. ലാസ്റ്റ് ഗ്രേഡിലാണോ എന്തോ. പാരാതെർമോണിന്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. പാരാതെർമോണിന്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ടെറ്റനി. പുഞ്ചകൃഷിയുടെ കാലമാണ് മേടമാസം. മേടമാസത്തിലാണ് പുഞ്ചകൃഷി നടക്കുന്നത്. പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം. പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണം ആറ്റം. ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. ഇന്ത്യയിൽ ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1951. ഫിനാൻസ് കമ്മീഷൻ 1951. മാരുതി ഉദ്യോഗ് ഏത് ജാപ്പനീസ് കമ്പനിയുമായിട്ടാണ് സഹകരിക്കുന്നത്? സുസുക്കിയുമായി സഹകരിക്കുന്നത്. അപ്പോൾ സുസുക്കി ജാപ്പനീസ് കമ്പനിയാണ്. മാരുതി ഉദ്യോഗ സഹകരിക്കുന്ന ജാപ്പനീസ് കമ്പനി സുസുക്കി. ഏത് രാജ്യത്തെ പോലീസ് ആസ്ഥാനമാണ് സ്കോട്ട്ലൻഡ് യാർഡ് എന്നറിയപ്പെടുന്നത്? ഇംഗ്ലണ്ടിന്റെ പോലീസ് ആസ്ഥാനമാണ് സ്കോട്ട്ലൻഡ് യാർഡ് എന്നറിയപ്പെടുന്നത്. നെഹ്റുവിന് ശേഷം ആക്ടിംഗ് പ്രധാനമന്ത്രി പദം വഹിച്ചത് ഗുൽസാരിലാൽ നന്ദ. ബേസ്ബോൾ ഏത് രാജ്യത്താണ് ഉത്ഭവിച്ചത്? അമേരിക്കയാണ് ബേസ്ബോളിന്റെ ഉത്ഭവ സ്ഥലം. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിന്റെ തലവൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിന്റെ തലവനാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഫ്രാൻസിനും ജർമ്മനിക്കും ഇടയിലുള്ള അതിർത്തി രേഖ മാജിനോട്ട് ലൈൻ. ഫ്രാൻസിനും ജർമ്മനിക്കും ഇടയിൽ എന്താണ്? മാജിനോട്ട് ലൈൻ. അറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ അത് ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അപ്പോൾ ഒരു മൂലകത്തിന്റെ അറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണം. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് അറ്റോമിക സംഖ്യ. ഇന്ത്യയിൽ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നൽകുന്നത് ഏത് നേതാവിന്റെ പേരിലാണ്? GB പന്തിന്റെ പേരിലാണ് ഇന്ത്യയിലെ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നൽകുന്നത്. ഉമാകേരളത്തിന്റെ കർത്താവ് ഉള്ളൂർ. ഉമാകേരളം ഉള്ളൂർ. ഇന്ത്യൻ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ലോക്സഭാ സ്പീക്കറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ചോദ്യം. ഇന്ത്യൻ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പാക്കിന്റെ ചെയർമാനെ നിർദ്ദേശിക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കർ. എവിടെയാണ് ശങ്കരദേവൻ ഭക്തി പ്രസ്ഥാനം പ്രചരിപ്പിച്ചത്? അസാമിലാണ് ശങ്കരദേവൻ ഭക്തി പ്രസ്ഥാനം പ്രചരിപ്പിച്ചത്. വിട എന്ന കൃതി രചിച്ചത് വൈലോപ്പള്ളി. വിട വൈലോപ്പള്ളി. ജാനകീഹരണം കുമാരദാസൻ. ജാനകീഹരണം എന്ന കൃതി കുമാരദാസൻ. ഇന്ത്യൻ ഭരണഘടനയുടെ നൂതന സവിശേഷതയായി നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ഡോക്ടർ അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ നൂതന സവിശേഷതയായി നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ഡോക്ടർ അംബേദ്കർ. ധാന്യമണികൾ മണ്ണിൽ കുഴച്ച് നിർമ്മിക്കുന്ന ധാന്യ ഗുളികകൾ അഥവാ ധാന്യ പന്തുകൾ വികസിപ്പിച്ചെടുക്കുന്ന രീതി ആവിഷ്കരിച്ചത് ഫുക്കുവോക്ക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ പ്രീവിയസ് ചോദിച്ചതാണ്. ധാന്യമണികൾ മണ്ണിൽ കുഴച്ച് നിർമ്മിക്കുന്ന ധാന്യ ഗുളികകൾ അഥവാ ധാന്യ പന്തുകൾ വികസിപ്പിച്ചെടുക്കുന്ന രീതി ആവിഷ്കരിച്ചത് ഫുക്കുവോക്ക.
നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയ സംഘടനയാണ് യോഗക്ഷേമ സഭ. നമ്പൂതിരിയെ മനുഷ്യനാക്കാൻ പറഞ്ഞത് യോഗക്ഷേമ സഭ. മാജിയാറുകൾ എവിടത്തെ ജനതയാണ്? ഹംഗറിയിലെ ജനതയെ അറിയപ്പെടുന്ന പേരാണ് മാജിയാറുകൾ. UPSCയുടെ ആസ്ഥാനം ധോൽപൂർ ഹൗസ്. UPSC ധോൽപൂർ. ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ ഗ്രാമങ്ങളിലും ടെലിഫോൺ ലഭ്യമാക്കിയ ജില്ലയാണ് ദക്ഷിണ കാനറ. നല്ലൊരു ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ ഗ്രാമങ്ങളിലും ടെലിഫോൺ ലഭ്യമാക്കിയ ജില്ല ദക്ഷിണ കാനറ. ഇന്ത്യയിൽ ആദ്യമായി ഓസ്കാർ അവാർഡ് നേടിയത് ഭാനു അത്തയ്യ. ഓസ്കാർ അവാർഡ് ആദ്യമായി ആർക്കാണ് കിട്ടിയത്? ഭാനു അത്തയ്യ. രാഷ്ട്രഗുരു എന്ന ആരെയാണ് വിളിക്കുന്നത്? സുരേന്ദ്രനാഥ് ബാനർജിയുടെ വിളിപ്പേരാണ് രാഷ്ട്രഗുരു. വിജയനഗര സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിച്ച യുദ്ധം 1565 തളിക്കോട്ട യുദ്ധം. വിജയനഗര സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിച്ച യുദ്ധമാണ് 1565 തളിക്കോട്ട യുദ്ധം. രാക്ഷസ തങ്ങടി എന്നും അറിയപ്പെടുന്നത് ഈ യുദ്ധത്തിനെയാണ്. മദ്യനിരോധന വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം 47. മദ്യനിരോധനം 47. ലോകത്തിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടമാണ് അലഹബാദ് കുംഭമേള. ലോകത്തിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടം അലഹബാദ് കുംഭമേള. ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെട്ട വർഷം 1828. ബ്രഹ്മസമാജം 1828. മാടമ്പ് കുഞ്ഞിക്കുട്ടന്റെ യഥാർത്ഥ പേരാണ് P. ശങ്കരൻ നമ്പൂതിരി. മാടമ്പ് കുഞ്ഞിക്കുട്ടന്റെ യഥാർത്ഥ പേര് P. ശങ്കരൻ നമ്പൂതിരി. മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവ് രാമസ്വാമി ദീക്ഷിതർ രൂപം നൽകിയ പ്രശസ്ത രാഗമാണ് ഹംസധ്വനി. മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവായ രാമസ്വാമി ദീക്ഷിതർ രൂപം നൽകിയ രാഗമാണ് ഹംസധ്വനി. അശോക് മേത്ത കമ്മിറ്റിയെ തുടർന്ന് ഗ്രാമവികസനത്തിനെ കുറിച്ച് പഠിക്കുന്നതിന് 1985 നിയോഗിക്കപ്പെട്ട സമിതിയാണ് GVK റാവു കമ്മിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അശോക് മേത്ത കമ്മിറ്റിയെ തുടർന്ന് ഗ്രാമവികസനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് 1985 നിയോഗിക്കപ്പെട്ട സമിതിയാണ് GVK റാവു കമ്മിറ്റി. അജന്ത ഗുഹകൾ കണ്ടെത്തിയ വർഷം 1813. അജന്ത ഗുഹകൾ 1819. അജന്ത ഗുഹകൾ 1819. മുലപ്പാൽ ഉണ്ടാക്കുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ. മുലപ്പാൽ ഉണ്ടാക്കുന്ന ഹോർമോൺ പ്രോലാക്റ്റിൻ. ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1952. ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1952. ആദ്യത്തെ വനിതാ കമ്പ്യൂട്ടർ പ്രോഗ്രാമറാണ് അഡ ലവ്ലേസ്. ആദ്യത്തെ വനിതാ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അഡ ലവ്ലേസ്. ഇന്ത്യയിൽ കാണുന്ന മാൻ വർഗ്ഗങ്ങളിൽ ഏറ്റവും വലുത് സാമ്പാർ. ഇന്ത്യയിൽ കാണുന്ന മാൻ വർഗ്ഗങ്ങളിൽ ഏറ്റവും വലുതാണ് സാമ്പാർ. മനുഷ്യന്റെ മുഖത്തെ അസ്ഥികളുടെ എണ്ണം 14. മനുഷ്യന്റെ മുഖത്ത് എത്ര അസ്ഥികളുണ്ട്? 14. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത് എവിടെ? നാസിക്കിലാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് അച്ചടിക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന പരമാവധി വോട്ടുകളുടെ എണ്ണം 3840. അപ്പോൾ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ എത്ര വോട്ടുകൾ വരെ നമുക്ക് രേഖപ്പെടുത്താം? 3840. രണ്ടാം അശോകൻ എന്ന് ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? കനിഷ്കനെയാണ് രണ്ടാം അശോകൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പുസ്തകം രചിച്ചത് പവനൻ. ബ്രഹ്മാനന്ദ ശിവയോഗി പവനൻ. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 165. അഡ്വക്കേറ്റ് ജനറൽ 165. സത്യമേവ ജയതേ ഏത് ഭാഷയിലെ വാക്യമാണ്? സംസ്കൃതത്തിലെ വാക്യമാണ് സത്യമേവ ജയതേ. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എഡിസൺ. ഇലക്ട്രിക് ബൾബ് എഡിസൺ. പ്രസിഡന്റിന്റെ വിലക്കധികാരം അതായത് വീറ്റോ പവർ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 111. പ്രസിഡന്റിന്റെ വീറ്റോ പവർ 111. വിലക്കധികാരം എന്നാണ് മലയാളം 111. ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് വിമുക്ത നിയമസഭയാണ് ഹിമാചൽ പ്രദേശ്. ഫസ്റ്റ് പേപ്പർലെസ് പാർലമെന്റാണ് അല്ലെങ്കിൽ നിയമസഭയാണ് ഹിമാചൽ പ്രദേശ്. വാസ്കോഡഗാമ ആദ്യം ഇന്ത്യയിൽ വന്ന വർഷം 1498. വാസ്കോഡഗാമ ആദ്യം ഇന്ത്യയിൽ എപ്പോഴാണ് എത്തിയത്? 1498. ഇന്ത്യ ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞത് തൈക്കാടയ്യ. തമിഴല്ലേ? അതിനെ മലയാളത്തിലോട്ടാക്കിയതാണ് ആര്? ശ്രീനാരായണ ഗുരു. തൈക്കാടയ്യയുടെ ശിഷ്യനായിരുന്നേ ശ്രീനാരായണ ഗുരു. ഓട്ടോമൊബൈലുകളുടെ പിതാവ് കോൾ ബെൻസ്. ഓട്ടോമൊബൈലുകളുടെ പിതാവ് കോൾ ബെൻസ്. ബെൻസ് കാറെന്ന് ഓർത്താൽ മതി. ഓട്ടോമൊബൈലുകളുടെ പിതാവ് കോൾ ബെൻസ്. കുറ്റവും ശിക്ഷയും രചിച്ചത് ദസ്തയേവ്സ്കി. കുറ്റവും ശിക്ഷയും ദസ്തയേവ്സ്കി. പ്രഥമ ദേശാഭിമാനി പുരസ്കാരത്തിന് അർഹനായത് MT വാസുദേവൻ നായർ. പ്രഥമ ദേശാഭിമാന പുരസ്കാരത്തിന് അർഹനായത് MT വാസുദേവൻ നായർ. ഇന്ത്യയിൽ ഭാരത് സ്റ്റേജ് 4 മലിനീകരണ നിയന്ത്രണം നിലവാരം പ്രാബല്യത്തിൽ വന്നത് 2017 ഏപ്രിൽ 1. ഭാരത് സ്റ്റേജ് 4 മലിനീകരണ നിയന്ത്രണ നിലവാരം പ്രാബല്യത്തിൽ വന്നത് 2017 ഏപ്രിൽ 1. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 323A. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ 323A. നാഷണൽ ഡ്രിങ്കിംഗ് വാട്ടർ മിഷൻ ആരംഭിച്ച വർഷം 1986. നാഷണൽ ഡ്രിങ്കിംഗ് വാട്ടർ മിഷൻ 1986. സരസ്വതി മഹൽ ലൈബ്രറി എവിടെയാണ്? തഞ്ചാവൂരാണ് സരസ്വതി മഹൽ ലൈബ്രറി. നല്ലൊരു റെയർ ചോദ്യമാണ്. സരസ്വതി മഹൽ ലൈബ്രറി തഞ്ചാവൂർ. സിദ്ധാന്ത ശിരോമണി ഏത് വിഷയത്തിലെ പുസ്തകമാണ്? ഗണിതത്തിലെ പുസ്തകമാണ് സിദ്ധാന്ത ശിരോമണി. ഗംഗാ കനാൽ ശൃംഖല ആരംഭിക്കുന്നത് എവിടെയാണ്? ഹരിദ്വാറിലാണ് ഗംഗാ കനാൽ ശൃംഖല ആരംഭിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം ഗവർണേഴ്സ് പ്രവിശ്യയിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 226.
വിഭജനത്തിന് മുൻപ് നമ്മൾ നേരത്തെ പറഞ്ഞു, വിഭജനത്തിന് ശേഷം 226. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നടന്ന കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ജവഹർലാൽ നെഹ്റുവിന്റെ പിന്തുണയോടെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് പട്ടാമ്പി സീതാരാമയ്യ. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ജവഹർലാൽ നെഹ്റു സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ജയിച്ച വ്യക്തിയാണ് പട്ടാമ്പി സീതാരാമയ്യ. അപ്പോൾ 200 ചോദ്യം ആയിട്ടുണ്ട്. ഞാനിങ്ങനെ 2 തവണ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് വേണ്ട എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. കാരണം ലെങ്ത് ഒരുപാട് കൂടി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ 2 തവണ വായിക്കുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വായിക്കുന്നത്. അത് വേണ്ട. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. 200 ചോദ്യങ്ങൾ കൂടിപ്പോയെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അല്ല ഇതിങ്ങനെ തന്നെ പോയാൽ മതിയെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത കറണ്ട് അഫയേഴ്സ് നോക്കാം. ഇന്ത്യയിലെ ആദ്യ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഫ്രീ വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഫ്രീ വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇൻസ്റ്റാഗ്രാമിൽ 5 കോടി ഫോളോവേഴ്സിന് തേക്കുന്ന ആദ്യ ഇന്ത്യനാണ് വിരാട് കോഹ്ലി. ഇൻസ്റ്റാഗ്രാമിൽ 5 കോടി ഫോളോവേഴ്സിന് തേക്കുന്ന ആദ്യ ഇന്ത്യൻ വിരാട് കോഹ്ലി. ഏത് രാജ്യത്തെയാണ് ദേശാടന ജീവി സംരക്ഷണത്തിനുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഇന്ത്യ. ഇമ്പോർട്ടൻ്റ് ആണ് ആ ചോദ്യം. ഏത് രാജ്യത്തെയാണ് ദേശാടന ജീവി സംരക്ഷണത്തിനുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത്? ഇന്ത്യയെ. ഇന്ത്യൻ ആർമിയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ പേരാണ് താൽ സേനാ ഭവൻ. താൽ സേനാ ഭവൻ എന്നാണ് ഇന്ത്യൻ ആർമിയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ പേര്. 2020 ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഋത്തിക് റോഷൻ. അപ്പോൾ ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡിലെ ബെസ്റ്റ് ആക്ടറാണ് ഋത്തിക് റോഷൻ. നമുക്കൊന്ന് വേഗം വായിക്കാം. ഇന്ത്യയിലെ ആദ്യ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഫ്രീ വിമാനത്താവളം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. 5 കോടി ഫോളോവേഴ്സിനെ തേക്കുന്ന ആദ്യ ഇന്ത്യനാണ് വിരാട് കോഹ്ലി. ഇൻസ്റ്റാഗ്രാമിലെ ഏത് രാജ്യത്തെയാണ് ദേശാടന ജീവി സംരക്ഷണത്തിനുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത്? ഇന്ത്യയെ. ഇന്ത്യൻ ആർമിയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് താൽ സേനാ ഭവൻ. 2020 ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ഋത്തിക് റോഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു. ഒരുപാട് ലെങ്ത് ആയിപ്പോയില്ലേ? അത് 200 ചോദ്യം ഉള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ അഭിപ്രായം ദയവായി കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്